എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ? ഏതാണ്ട് വൈകുന്നേരത്തോളം ആകാനായി ഇന്ന് രാവിലെ പത്രത്തിൽ ഉൾപ്പെടെയുള്ളവ ന്യൂസ് വന്നിട്ടുണ്ട്. ഇന്ന് പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ ആ പത്രത്തിൽ വന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ രാവിലെ പ്രസിദ്ധീകരിക്കുമെന്നാണ്. പക്ഷേ ഇതുവരെയുമായിട്ടും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം 3:29 ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ 3:40 50 ആയിരിക്കും. പക്ഷേ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം 3:29. ഇതുവരെയും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ റിസൾട്ട് വന്നിട്ടില്ല. ഇന്ന് റിസൾട്ട് വരുമോ, അതോ വാർത്തയുടെ സത്യാവസ്ഥ അത് വ്യാജ വാർത്തയാണോ? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ റിസൾട്ടിൻ്റെ കാര്യം ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് പത്രത്തിൽ വന്ന ന്യൂസും നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഇന്നലെയും ഇന്നുമായി കോൺടാക്ട് ചെയ്തപ്പോൾ നമുക്ക് അവിടുന്ന് അറിയാൻ സാധിച്ച മറുപടിയും ഈ രണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് നമ്മൾ ഇന്നലെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കോൺടാക്ട് ചെയ്തത്. ആ കോൺടാക്ട് ചെയ്യാൻ കാരണം തന്നെ ഒരു വിദ്യാർത്ഥി ഇന്നലെ എന്നോട് ചോദിച്ചു ഇന്ന് വരാൻ സാധ്യതയുണ്ടോ, ഇന്നലെ റിസൾട്ട് വരാൻ സാധ്യതയുണ്ടോ എന്ന്. അപ്പോൾ അന്നേരമാണ് ഞാൻ ഓർത്തത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ യാതൊരു അറിയിപ്പുകളും ഒന്നും കണ്ടില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കി വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ നാളെ പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട്, അതായത് ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അത് റിസൾട്ട് എന്ത് കാരണവശാലും ഉച്ചയായിട്ട് ഞാൻ കണ്ടില്ല, റിസൾട്ട് വന്നതായിട്ട് കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തു. അവർ പറഞ്ഞു ചിലപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട്, എന്നാൽ ഉറപ്പ് അവർ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ മാത്രമാണ് ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യത, എന്നാൽ ഉറപ്പ് യൂണിവേഴ്സിറ്റി നൽകിയിട്ടില്ല. എന്നാൽ ഇന്ന് രാവിലെ പത്രത്തിലൊരു ന്യൂസ് വന്നിരുന്നു. ഏത് പത്രമാണെന്നും എനിക്കറിയില്ല, ഏത് പത്രത്തിൻ്റെ പേജിലാണ് വന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു വിദ്യാർത്ഥി ഇന്ന് എനിക്ക് ഒരു പത്രത്തിൻ്റെ പേജ് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. അതായത് ആ യൂണിവേഴ്സിറ്റിയിലെ പത്രത്തിൻ്റെ പേജാണ് ഫോർവേഡ് ചെയ്യുന്നത്. കണ്ണൂർ സർവകലാശാല FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് രാവിലെ പ്രസിദ്ധീകരിക്കുമെന്നാണ് ആ പേജിൻ്റെ ടൈറ്റിലുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു ആ ന്യൂസിൽ വന്നത്. അപ്പം ഞാൻ തുടർന്ന് ആ വിദ്യാർത്ഥിയോട് ചോദിച്ചിരുന്നത് ഏത് ന്യൂസ് പേപ്പറിലാണ് ആ ന്യൂസ് വന്നതെന്ന്. അപ്പോൾ ആ വിദ്യാർത്ഥി പറഞ്ഞത് ആ വിദ്യാർത്ഥി പറഞ്ഞത് അത് ഇപ്പോൾ എനിക്ക് ആ വിദ്യാർത്ഥി അയച്ചു തന്ന പോലെ അവനും അവൻ്റെ സുഹൃത്തായ മറ്റേതോ ഒരു വിദ്യാർത്ഥി അയച്ചു കൊടുത്തതാണ്. അപ്പോൾ അവനും അത് ഏത് ന്യൂസ് പേപ്പറാണെന്ന് അറിയത്തില്ല. അപ്പോൾ ന്യൂസ് പേപ്പറാണെന്ന് അറിയത്തില്ലെന്ന് അവനും പറഞ്ഞു. അപ്പോൾ അത് ഏത് ന്യൂസ് പേപ്പറിലാണ് വന്നത് ആ വാർത്ത എന്ന് അറിയത്തില്ല. അത് ആ ന്യൂസ് പേപ്പറുകാർക്ക് കൃത്യമായ അറിയിപ്പ് കിട്ടിയിട്ടാണോ ന്യൂസിൽ ഇട്ടതെന്നും നമുക്ക് വ്യക്തമല്ല. പക്ഷേ അവർ ആ ന്യൂസ് പേപ്പറിൽ പറഞ്ഞ വാർത്ത ഇങ്ങനെയായിരുന്നു: കണ്ണൂർ സർവകലാശാല ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ FIUGPയുടെ പരീക്ഷാഫലം ഇന്ന് രാവിലെ പ്രസിദ്ധീകരിക്കുന്നു. പക്ഷേ രാവിലെ പ്രസിദ്ധീകരിക്കുമെന്ന് അവർ പറഞ്ഞെങ്കിലും പത്രമാധ്യമം തയ്യാറാക്കിയ ആൾക്കാർ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയും ആ റിസൾട്ടുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളോ റിസൾട്ട് പുറത്തു വരികയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് റിസൾട്ട് വരുമോ? നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ വ്യക്തമാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് റിസൾട്ട് വരാമെന്നും പറയുന്നുണ്ട്, വരില്ല എന്നും പറയുന്നുണ്ട്. ചിലപ്പോൾ വരാതിരിക്കാം. കാരണം യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്നവർ എന്ത് ചെയ്യുന്നില്ല, കൃത്യമായ ഒരു ഡേറ്റ് അവർ പറഞ്ഞില്ല. ചിലപ്പോൾ ഇന്ന് വന്നേക്കും എന്നൊരു മാത്രമായ ഒരു വസ്തുതയായ കാര്യം മാത്രമാണ് അവർ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ചിലപ്പോൾ ഇന്ന് റിസൾട്ട് വന്നേക്കും, ചിലപ്പോൾ ആ റിസൾട്ട് ഇന്ന് വരാതിരുന്നേക്കും. അങ്ങനൊരു കോൺസെപ്റ്റിലാണ് അവർ നിൽക്കുന്നത്. റിസൾട്ട് വരുമെന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് റിസൾട്ട് വരുമെന്ന് ഉറപ്പിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, റിസൾട്ട് ഇന്ന് വരികയും ചെയ്യാം, വരാതിരിക്കുകയും ചെയ്യാം. സത്യാവസ്ഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരു കാര്യത്തിൽ വ്യക്തമല്ല. കാരണം യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് ഇന്ന് വരുമെന്ന് ആ പത്രമാധ്യമത്തിൽ വാർത്ത കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തത്. അവരന്നേരം പറഞ്ഞൊരു മറുപടി എന്നത് ഇന്ന് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഉറപ്പില്ലെന്ന്. അവർ സാധ്യതയുണ്ടെന്നുള്ളതിന് പറയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ഇന്ന് വരുമോ, അത് യൂണിവേഴ്സിറ്റി വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് കൊണ്ട് യൂണിവേഴ്സിറ്റി പറഞ്ഞു ഇന്ന് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വരില്ല എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് നോക്കാം. വരും മണിക്കൂറുകളിൽ എന്തെങ്കിലും അപ്ഡേറ്റുകളൊക്കെ വരികയാണെങ്കിൽ, ഇനി അഥവാ റിസൾട്ട് പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഡിസംബർ അവസാനത്തോടെയോ ജനുവരി ആദ്യ വാരത്തിലോ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ റിസൾട്ട് ലഭ്യമാകും. അതോർത്ത് വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്തോളുക, എന്തായാലും ക്രിസ്മസിൻ്റെയൊക്കെ അല്ലെങ്കിൽ കോളേജുകളിൽ ക്രിസ്മസിൻ്റെ പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികൾ ഒരു വിദ്യാർത്ഥി എനിക്ക് കമൻറ്റ് ചെയ്തതാണ്, ഒരു വാട്സപ്പിൽ എനിക്ക് കിട്ടതാണ്, നാളെ കോളേജിൽ ക്രിസ്മസ് പരിപാടിയാണ്. അപ്പോൾ ഇന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അഥവാ ഫെയിലായി കഴിഞ്ഞാൽ ആ ടെൻഷനിൽ ആ പരിപാടി നേരാമാർഗ്ഗം ആഘോഷിച്ചാൽ ആ ടെൻഷനായിരിക്കും മനസ്സിൽ. അപ്പോൾ ആ വിദ്യാർത്ഥിയുടെ ആഗ്രഹം ഞാൻ ക്രിസ്മസ് പരിപാടി കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നത് അതാകുമ്പം തോറ്റാലും ആ ഒരു പരിപാടിയുടെ സമയത്ത് ആ സങ്കടം ഉണ്ടാവില്ലല്ലോ എന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു കാര്യം ഓർക്കുക, ആ റിസൾട്ട് എന്നായാലും വരട്ടെ. നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളുക. അതുമാത്രമാണ് ഇപ്പോൾ നമുക്ക് നിങ്ങളോട് പ്രെഡിക്റ്റബിൾ ചെയ്യാൻ പറ്റുക.
റിസൾട്ട് യൂണിവേഴ്സിറ്റി എപ്പോൾ പ്രസിദ്ധീകരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. പിന്നെ പോകുന്നതിന് മുമ്പ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ.